വ്യാജ വോട്ട് വിവാദത്തിൽ നടപടി ആരംഭിച്ച് പാലക്കാട് ജില്ലാ ഭരണകൂടം. ബൂത്ത് ലെവൽ ഏജന്റുമാരെയും ഓഫീസർമാരുടെയും അടിയന്തര യോഗം വിളിച്ച് കളക്ടർ. പരിശോധനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരാതിയുള്ള വോട്ടർ പട്ടിക തെളിവായി ഹാജരാക്കാനും നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാലക്കാട് മണ്ഡലത്തിൽ വ്യാജ വോട്ട് വിവാദം കൂടുതൽ ശക്തമാവുകയാണ്. മണ്ഡലത്തിൽ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തതിന് തെളിവുമായി CPM രംഗത്തെത്തിയതോടെയാണ് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയ്ക്ക് കൂടി കളങ്കമേൽക്കുന്നത്. പല ബൂത്തുകളിലും വ്യാപകമായി വ്യാജ വോട്ടുകൾ കോൺഗ്രസും BJPയും ചേർത്തിട്ടുണ്ട് എന്ന ആരോപണത്തിൽ ഉറച്ചു തന്നെയാണ് CPM. 2700 വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുള്ളതായി CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. വ്യാജ വോട്ട് 2700ഓളം വോട്ട് ഉണ്ട് എന്നുള്ളത് പരിശോധനയിൽ തെളിഞ്ഞു വരികയാണ്. അതീവ ഗുരുതരമാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം കൂടിയാണ്. ബോധപൂർവം വ്യാജ വോട്ട് ചേർത്തുന്നതിന് വേണ്ടി മുൻകൂട്ടി തന്നെ കോൺഗ്രസും BJPയും അതിൻ്റെ നേതൃത്വം തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളത് അതീവ ഗൗരവതരമാണ്. BJP അനുകൂല വോട്ടുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ കളക്ടർ ഒത്താശ ചെയ്തു എന്ന ആരോപണവുമായി BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും രംഗത്തെത്തി. സരിൻ വോട്ട് ചേർത്തതിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചപ്പോൾ സതീശനെ വെല്ലുവിളിച്ച് തെളിവുകൾ ഹാജരാക്കി സരിനും ഭാര്യ സൗമ്യ സരിനും രംഗത്തെത്തി. 2018 വാങ്ങിയ വീടാണ് പാലക്കാട്ടേതെന്നും അവിടെ താമസിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലെ അസ്വാഭാവികത എന്താണെന്നും സരിൻ ചോദിച്ചു. ഞാൻ ആദ്യമായി ഒരു വാടക വീട്ടിൽ ഒറ്റപ്പാലത്ത് താമസം തുടങ്ങുന്നു. 2 കൊല്ലത്തിന് ശേഷം പാലക്കാട് ഒരു വീട് വാങ്ങുന്നു. പാലക്കാട് ഒറ്റപ്പാലത്തുമായിട്ട് താമസം തുടരുന്നു. എൻ്റെ ഈ വീട്ടിലേക്കുള്ള ID-യിലേക്ക് വോട്ട് മാറ്റിയത് വളരെ അടുത്ത് മാത്രമാണ് എന്നുള്ളത് എങ്ങനെയാണ് ഇത്രയും വലിയ കൊടും ബാധകമാകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും എനിക്ക് എവിടെ വോട്ട് ചെയ്യണമെന്ന് എൻ്റെ സ്വന്തം വീടുള്ള സ്ഥലത്ത് 7 വർഷമായി വീടുള്ള സ്ഥലത്ത് ഞാൻ പകുതിയിലധികം സമയം ഇവിടെ വന്ന് താമസിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള ഈ സ്ഥലത്ത് വോട്ട് ചെയ്യരുതെന്ന് പറയുന്ന നിയമം എന്താണ്? വോട്ട് ചെയ്യരുത് ഞാനിവിടെ എന്ന് പറയുന്ന നിയമം ഏതാണ്? അതേസമയം CPM പാലക്കാട് നേതൃത്വം പരാതി നൽകിയതോടെ കളക്ടറുടെ നേതൃത്വത്തിൽ നടപടി ആരംഭിച്ചു. ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും ഓഫീസർമാരുടെയും അടിയന്തര യോഗം കളക്ടർ ഡോക്ടർ S ചിത്ര വിളിച്ചു ചേർത്തു. പരിശോധനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരാതിയുള്ള വോട്ടർ പട്ടിക തെളിവായി ഹാജരാക്കാനും കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ പുതുതായി ചേർത്ത വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ കഴിയുമോ എന്നാണ് പാലക്കാട് ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, പാലക്കാട്.